മൈ വ്യൂസ് ബൈ ലക്ഷ്മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ രണ്ട് ഇംഗ്ലീഷ് ബുക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഒരു യൂട്യൂബിൽ സ്ഥിരം കമന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ഥിരം കാണുന്ന ഒരു വ്യക്തിയുണ്ട്, റാഷിദ. അപ്പൊ റാഷിദയ്ക്ക് കൂടി വേണ്ടി ഞാൻ ഇന്നത്തെ ഈ വ്ളോഗ് ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പോ റാഷിദയ്ക്കാണ് ഇംഗ്ലീഷ് ബുക്സ് വേണമെന്നൊക്കെ കഴിഞ്ഞ കമന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമ്മൾ രണ്ട് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഇംഗ്ലീഷ് ബുക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ യെല്ലോ ഫേസ് ആണ്. യെല്ലോ ഫേസ് എനിക്ക് തോന്നുന്നു നമ്മുടെ ബുക്ക് ട്യൂബേഴ്സിന്റെ ഇടയിൽ കുറച്ചധികം പേർക്ക് ഇഷ്ടപ്പെടാതിരുന്ന ഒരു പുസ്തകമാണ്. ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കുറച്ച് കാരണങ്ങൾ ഇതിനകത്തുണ്ട്, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്കത് കൂടുതൽ ഇഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഇപ്പൊ യെല്ലോ ഫേസ് എന്ന് പറയുന്ന റെബേക്ക എഫ് കോങ് എന്ന് പറയുന്ന റൈറ്ററിന്റെ ഈ പുസ്തകം അപ്പിയറൻസ് വൈസ് തന്നെ നമുക്ക് മനസ്സിലാവും. ഒരു കള്ളത്തരം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഈ പുസ്തകത്തിനകത്ത്, അല്ലെ? അപ്പോ ഇതിനകത്ത് കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കഥയുടെ ഒരു ചെറിയൊരു ത്രെഡ് പാർട്ട് ഞാൻ പറഞ്ഞുതരാം. രണ്ട് റൈറ്റേഴ്സ്, അതായത് അദീനയും അതുപോലെ ജൂണും എന്ന് പറയുന്ന അദീന എന്ന് പറയുന്ന രണ്ട് റൈറ്റേഴ്സ്, രണ്ടുപേരും ഫ്രണ്ട്സ് ആണ്, ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അവര് ഒരുമിച്ചാണ് പഠിച്ചതൊക്കെ. പക്ഷെ അദീന പീക്കിലെ റൈറ്ററായി, പക്ഷെ ജൂൺ അപ്പോഴും വളരെ ബേസിക് ലെവലിൽ നിൽക്കുകയാണ്. അതായത് ഒട്ടും എസ്റ്റാബ്ലിഷ്ഡ് ആവാതെ, പബ്ലിഷ് ചെയ്തിരിക്കുന്ന ബുക്കുകൾക്കൊന്നും വലിയ റീച്ച് ആവാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ജൂൺ. അപ്പൊ ഇവർ രണ്ടുപേരുമാണ് ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോ അദീനയുടെ വീട്ടിലേക്ക് ജൂണിനെ ക്ഷണിക്കുകയും അവിടെ വെച്ച് വളരെ നമുക്ക് കോമഡി ആയിട്ട് തോന്നുന്ന രീതിക്കുള്ളൊരു മരണം അദീനയ്ക്ക് സംഭവിക്കുകയാണ്. അത് കണ്ടു നിൽക്കുകയാണ് ജൂൺ. അപ്പൊ ജൂൺ തന്നെയാണ് മറ്റുള്ളവരെ വിളിച്ച് അറിയിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിനിടയ്ക്ക് അദീനയുടെ ഫിനിഷ് ആയിട്ടും പബ്ലിഷ് ആക്കാത്ത ഒരു മാനുസ്ക്രിപ്റ്റ് ജൂണിനെ വായിച്ച് കേൾപ്പിക്കുകയുണ്ടായി. ജൂണിൽ അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുകയും ചെയ്തു. സന്തോഷം ഉണ്ടാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ജൂണിന് എപ്പോഴും അദീനയോട് ഉണ്ടായിരുന്ന ഒരു വല്ലാത്തൊരു ഫാൻ ബേസ് മൊമെന്റ്സ് ആയിരുന്നു. കാരണം ഇത്രയും നന്നായിട്ട് എങ്ങനെ ഒരാൾക്ക് എഴുതാൻ പറ്റും എന്നുള്ളത് ജൂണിനും അറിയില്ലായിരുന്നു. അത്ര അധികം ഫാൻ ഫോളോവേഴ്സ് ഉണ്ട് കേട്ടോ നമ്മുടെ അദീനയ്ക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അദീന മരണപ്പെടുന്നത്. അപ്പൊ എന്തുകൊണ്ടും നല്ലൊരു ചാൻസ്, ജൂൺ അദീന എഴുതി വെച്ചിരിക്കുന്ന പബ്ലിഷ് ആവാത്ത ആ മാനുസ്ക്രിപ്റ്റ് അടിച്ചോണ്ട് പോകുന്നു, സ്വന്തം പേരിൽ അത് പബ്ലിഷ് ചെയ്യുന്നു. ആ പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൽ പറയുന്ന പേര് ജൂൺ എന്നല്ല, ജുനിപ്പർ സോങ് എന്ന് പറഞ്ഞ പേരിലാണ് ഈ പുസ്തകം അല്ലെങ്കിൽ ആ ഒരു നോവൽ പിന്നീട് പ്രസിദ്ധീകരിക്കുന്നത്. ഒരാളുടെ കട്ട മുതൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, പേടി, ഇത് പിടിക്കപ്പെടുവോ, ഇത് എത്ര കാലം പിടിക്കപ്പെടാതെ കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ ഓരോരുത്തരുടെ ചോദ്യത്തിൽ നിന്നും ഇത് തന്നെ, അയ്യോ ഞാൻ ഇനി അടുത്ത നിമിഷം പിടിക്കപ്പെടും എന്നുള്ള ഒരു തോന്നൽ, ഇതൊക്കെ വളരെ സങ്കീർണതയോട് കൂടി തന്നെ ഈ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ചിടത്ത് ലാഗ് വന്നിട്ടുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു ആ ലാഗ് ഈ പുസ്തകത്തിന് ആവശ്യമായിരുന്നു. കൂടുതൽ ഹേറ്റേഴ്സ് വരാനുള്ള കാരണവും അവിടെയാണ്. ഇപ്പൊ നമ്മുടെ ഇമോഷൻസ് അങ്ങനെ കൊണ്ടുപോകും. അയ്യോ അടുത്ത മൊമെന്റിൽ ഇയാൾ വഴി ഞാൻ പിടിക്കപ്പെടുവോ, അല്ലെങ്കിൽ അടുത്ത മൊമെന്റിൽ ഈ ആള് വഴി ഞാൻ പിടിക്കപ്പെടുവോ, അത് ജൂണിന്റെ ത്രൂ ഔട്ട് ജേർണിയിലുണ്ട്. അപ്പൊ ഇതാണ് ഈ പുസ്തകം പറയുന്നത്. അപ്പൊ അവസാനം എന്താകും, പബ്ലിസിറ്റി കിട്ടി, ജൂണും അത്യാവശ്യം നല്ലൊരു എഴുത്തുകാരിയായി മാറി ഈ പുസ്തകത്തോടു കൂടി. ഈ പുസ്തകം എന്ന് വെച്ചാൽ അദീന എഴുതി വെച്ചിരിക്കുന്ന പുസ്തകത്തിലൂടെ ജൂണും വളരെ പ്രസിദ്ധി ആർജിച്ചു. പിന്നീട് സംഭവിക്കുന്നത് എന്താണ്, അതാണ് ഈ നോവലിൽ പറയുന്നത്. ഇത് വളരെ നല്ലൊരു ഫിക്ഷൻ ആണ്, ആ ഒരു രീതിയിൽ തന്നെ കാണാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, നല്ലൊരു ബുക്കാണ്. അപ്പോ ഇങ്ങനെ ഒരു പ്ലോട്ട് ഉണ്ടായിട്ട് നിങ്ങൾക്ക് വായിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. പക്ഷെ എന്തുകൊണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്ന ബുക്ക് തന്നെയാണ്. അപ്പോ ഇതായിരുന്നു എന്റെ ഫസ്റ്റ് റെക്കമെൻഡേഷൻ, യെല്ലോ ഫേസ് ബൈ റെബേക്ക എഫ് കോങ്. അപ്പൊ എന്റെ രണ്ടാമത്തെ ബുക്ക് സജഷൻ റിമൈൻഡേഴ്സ് ഓഫ് ഹിം ആണ് ബൈ കോളിൻ ഹൂവർ. കോളിൻ ഹൂവറിന്റെ വെറിറ്റി ഞാൻ പറഞ്ഞിരുന്നു, അതിൽ നിന്ന് ഡിഫറെന്റ് ആണ് ഇറ്റ് എൻഡ്സ് വിത്ത് അസ്. അപ്പൊ കോളിൻ ഹൂവറിന് കൂടുതൽ പ്രസിദ്ധി ആർജിച്ചത് ആ ഒരു പുസ്തകത്തിൽ നിന്നാണ്, ഇറ്റ് എൻഡ്സ് വിത്ത് അസ് എന്ന് പറഞ്ഞ പുസ്തകം. അതിന് ഒരുപാട് ഹേറ്റേഴ്സിനെയും ലവേഴ്സിനെയും ഒക്കെ ഒരുപോലെ ക്രിയേറ്റ് ചെയ്തു കോളിൻ ഹൂവർ. അതിനകത്തെ ലവറിൽ പെട്ട ആളാണ് ഞാൻ, ഹേറ്റർ അല്ല ഒരു വിധത്തിലും. എനിക്ക് ആ പുസ്തകം വളരെയധികം ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇറ്റ് എൻഡ്സ് വിത്ത് അസ് വേറെ പ്യോർലി റൊമാൻസും അതുപോലെ തന്നെ ഒരു ഫാമിലി എന്നല്ല, റൊമാൻസ് ആണ് കൂടുതൽ തീമായിട്ട് വന്നിരിക്കുന്നത്. ഈ പറയുന്ന റിമൈൻഡേഴ്സ് ഓഫ് ഹിം ഇതുവരെ വായിച്ചിട്ടില്ല കോളിൻ ഹൂവറിന്റെ എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വായിക്കണം. ഇതൊരു വല്ലാത്ത ഒരു ഇമോഷൻസ് ഇങ്ങനെ നമ്മളിങ്ങനെ ചുറ്റിപ്പറ്റി കിടക്കൂലേ, അതായത് വിഷമം, ട്രാജഡി, അതുപോലെ തന്നെ ഇപ്പോ നമ്മള് നന്നായി വരും എന്നുള്ളൊരു മൊമെന്റ്, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പുസ്തകമാട്ടോ ഇത്. അതായത് അപ്പൊ ഈ റിമൈൻഡേഴ്സ് ഓഫ് ഹിമിന്റെ പ്ലോട്ട് ഇത്രയാണ്. ഹെന്ന എന്ന് പറയുന്ന ഒരു ലേഡി, ഒരു ലേറ്റ് 20s ഒരാള്, അവര് 5 years ഇംപ്രസൺമെന്റ് കഴിഞ്ഞ് വരികയാണ്. അതായത് അവരുടെ തന്നെ ബോയ് ഫ്രണ്ടിനെ
ബോയ് ഫ്രണ്ടിന്റെ മരണത്തിൽ ഒരു കാരണമായി എന്നുള്ളത് കൊണ്ടാണ് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത്. ബോയ് ഫ്രണ്ടിന്റെ പേര് സ്കോട്ടി എന്നാണ്. സ്കോട്ടി കെന്നയുമായിട്ട് ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് ആണ് വരുന്നത്. ആ ഒരു സമയത്ത് തന്നെ കെന്ന ഓൾറെഡി പ്രഗ്നന്റ് ആയിരുന്നു. അപ്പം കെന്നയുടെ ഭാഗത്ത് അല്ലെങ്കിൽ കെന്നയുടെ അമ്മയോ അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരെ ആർക്കും കെന്നയ്ക്ക് ഒട്ടും വിശ്വാസം ഇല്ലായിരുന്നു. അപ്പോ സ്കോട്ടിയുടെ പാരന്റ്സ് ആണെങ്കിൽ വളരെ ജെന്യുവിൻ ആണ്, വളരെ നല്ല രീതിക്ക് മകളെ വളർത്തും എന്നുള്ളതിന് അവർക്ക് 100%, അതായത് കെന്നയ്ക്ക് 100% ഷുവർ ആയിരുന്നു. സോ കെന്ന അതിന്റെ ഗാർഡിയൻഷിപ്പ് ഈ പാരന്റ്സിന് കൊടുക്കാണ്, അതായത് സ്കോട്ടിയുടെ പാരന്റ്സിന് കൊടുക്കുകയാണ്. ആ സമയം സ്കോട്ടിയുടെ പാരന്റ്സ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ലീഗലി ഒരു വിധത്തിലുള്ള അതോറിറ്റിക്കും ഈ കെന്നയുടെ മകളുമായിട്ട് പോകരുത് എന്നുള്ളത്. അതൊക്കെ ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. 5 വർഷത്തെ ഇംപ്രസൺമെന്റ് കഴിഞ്ഞ് വരുമ്പം ഒബ്വിയസ്ലി ഒരു മദറിനുണ്ടാവുന്ന ഫീൽ എന്ന് പറഞ്ഞ മകളെ കാണുക എന്നുള്ളതാണ്. പക്ഷെ അവരുടെ അടുത്തേക്ക് പോകാനും പറ്റില്ല. കാരണം മകനെ കൊന്ന അല്ലെങ്കിൽ മകന്റെ മരണത്തിൽ ഏർപ്പെട്ട ഒരാളാണ് ഈ വരുന്ന വ്യക്തി, ഗ്രാൻഡ് ചൈൽഡിന്റെ അമ്മ എന്ന് പറയുന്നത്. അപ്പൊ അവരൊരിക്കലും സപ്പോർട്ടീവ് അല്ല. പക്ഷെ ഈ കെന്നയ്ക്ക് എന്തായാലും അവരെ കാണാൻ പോവുകയും ചെയ്യണം. അതായത് അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടീനെ കാണാൻ പോണം. ആ ഒരു വിഷമത്തിൽ ഇരിക്കുകയാണ് ലെഡ്ജർ എന്ന് പറയുന്ന ഒരു വ്യക്തിനെയും കൂടി കെന്ന പരിചയപ്പെടുകയുണ്ടായി. ലെഡ്ജറിനാണെങ്കിൽ കെന്നയോട് ഒരു പ്രത്യേകതരം സ്നേഹം, അതായത് ഒരു ഇഷ്ടം, ലവ് എന്നൊക്കെ പറയുന്ന ഒരു എഫെക്ഷൻ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ലെഡ്ജർ ആണെങ്കിൽ സ്കോട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കെന്നയ്ക്കോ ലെഡ്ജറിനോ അറിയില്ല. പിന്നീട് ലെഡ്ജർ അറിയുകയും ചെയ്യുന്നു. അപ്പൊ എങ്ങനെയായിരിക്കും ഇവരുടെ അവസാനത്തെ ജീവിതം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഈ കഥ പോവുക? പാരന്റ്സ് അലൗ ചെയ്യോ? അതായത് ലെഡ്ജർ ആണ് ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്കോട്ടിയുടെ പാരന്റ്സില് സ്വന്തം മകനെ പോലെയാണ് നിൽക്കുന്നത്. എന്നിട്ട് കുട്ടിക്ക് അച്ഛനെ പോലെയാണ് ലെഡ്ജർ നിൽക്കുന്നത്. അപ്പം ലെഡ്ജറിന്റെ മുന്നില് ഒരുപാട് ആൾക്കാരാണ്. കെന്ന, ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്ന ആളുടെ ഭാര്യ എന്ന മരണത്തിന് കാരണമായവള്, അതുപോലെ തന്നെ ഗ്രാൻഡ് പാരന്റ്സ്, സ്വന്തം മകനെ പോലെ കാണുന്ന ലെഡ്ജറിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പാരന്റ്സ്, അതുപോലെ തന്നെ സ്വന്തം മോളായി കാണുന്ന സ്കോട്ടിയുടെയും കെന്നയുടെയും മകൾ. ഇവരിൽ നിന്നൊന്നും വിട്ടുപോകാൻ ലെഡ്ജറിന് ഒരിക്കലും പറ്റില്ല. അപ്പൊ ഇതിൽ ആരെങ്കിലും ഒരാളെ കട്ട് ഓഫ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതിന്റെ കഥയുടെ അവസാനം എന്തായിരിക്കും എന്നുള്ള ക്യൂരിയോസിറ്റി നമുക്ക് എന്തായാലും വരും. തുടക്കത്തിൽ ഞാൻ ഒട്ടും സ്പോയിലേഴ്സ് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ രസത്തിൽ തന്നെ പോകും. കാരണം ഇതൊക്കെയാണ് ഇതിനകത്തെ ത്രെഡ്. ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്നില്ലേ? അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് പോകും. ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ലിറ്ററലി ഞാൻ കരഞ്ഞു. ഇറ്റ് എൻഡ്സ് വിത്ത് അസ് വായിച്ചപ്പോഴൊന്നും ഞാൻ കരഞ്ഞിട്ടില്ല. പക്ഷെ റിമൈൻഡേഴ്സ് ഓഫ് ഹിം എന്നെ വളരെയധികം വിഷമപ്പെടുത്തി. പക്ഷെ ലാസ്റ്റ് ഉണ്ടായത് സന്തോഷത്തിലുള്ള ഒരു കണ്ണീരാണ്. പക്ഷെ എന്താ പറയാ, അത് കരഞ്ഞു പോകുന്ന വിധത്തിൽ നമ്മളെ ഈ പുസ്തകം ഇരുത്തി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ കോളിൻ ഹൂവറിന്റെ പുസ്തകത്തില് ഹേറ്റേഴ്സിന് വരെ ഇഷ്ടപ്പെട്ടൊരു ബുക്കാണ് ഈ റിമൈൻഡേഴ്സ് ഓഫ് ഹിം. അപ്പൊ തീർച്ചയായിട്ടും ഇത് വായിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കണം. ഞാൻ ഇന്ന് പറഞ്ഞ 2 പുസ്തകവും 2 രീതിയിലുള്ളതാണ്. ഒന്ന് റൊമാൻസ് ഫാമിലി ബേസ് ആണെങ്കിൽ ഇത് ഫ്രണ്ട്ഷിപ്പ് ബിട്രയൽ ലെവലിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോ ഈ പുസ്തകം എന്ന് പറയുമ്പം നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യമാണ് വരുന്നത്. പിന്നെ ഒരു കളവും ചതിവും ഒക്കെ ചെയ്തിരിക്കുന്ന ആളുടെ മനസ്സ് ഒരിക്കലും സമാധാനത്തോടെ ഒരിക്കലും ഉറങ്ങാൻ പറ്റില്ല. ആ ഒരു റിയലൈസേഷൻ ആണ് ഈ പുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നല്ലൊരു ഇൻഫർമേഷൻ ആണ്, നല്ലൊരു മോറൽ സ്റ്റോറിയാണിത്. ഇതും അതുപോലെ തന്നെ. ഇതിനകത്ത് പിന്നെ ട്രാജഡി ആണുള്ളത്. പക്ഷെ ഫോർഗീവ്നെസ്സിനും ഗ്രീഫിനും അതുപോലെ തന്നെ കോംപ്ലക്സ് ഒരു ലൈഫിൽ ഉണ്ടാകുന്ന, ഒരു ഫാമിലി ലൈഫിൽ ഉണ്ടാകുന്ന എല്ലാ കോംപ്ലക്സിറ്റിയും കാണിക്കുന്ന ഒരു പുസ്തകമാണ് ഈ റിമൈൻഡേഴ്സ് ഓഫ് ഹിം എന്ന് പറയുന്നത്. സോ ഇന്ന് ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ 2 പുസ്തകങ്ങളാണ് എന്റെ സജഷൻസിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു വ്ലോഗുമായി വരുന്നത് വരെ ദിസ് ഇസ് രാജലക്ഷ്മി സൈനിങ് ഓഫ്.